ഒരു വലിയ ടെക്സ്റ്റൈൽസിലാണ് എൻ്റെ അമ്മയ്ക്ക് ജോലി. രാവിലെ പോയാൽ രാത്രിയിലാണ് തിരികെ വരുന്നത്. ഞാൻ പഠിക്കാൻ പോയിട്ട് വന്നിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എൻ്റെ അച്ഛൻ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അമ്മയെ ഒരാൾ വിവാഹം കഴിച്ചു. അമ്മയും ഞാനും ചെറിയച്ഛനും കൂടി മറ്റൊരു വീട്ടിൽ താമസമായി. എന്നെ വലിയ ഇഷ്ടമാണ് ചെറിയച്ഛന്. എന്നും വർക്ക് കഴിഞ്ഞു വരുമ്പോൾ എനിക്കൊരു പൊതി കയ്യിൽ കരുതുമായിരിക്കും. വന്നാൽ ഞാൻ അടുത്തു നിന്ന് മാറില്ല. എന്നെ മടിയിലിരുത്തി കൊണ്ടുവന്നത് തരും. അപ്പോൾ അമ്മ പറയും, വന്നാൽ പിന്നെ കുളിക്കാനോ ചായ കുടിക്കാനോ അവൾ സമ്മതിക്കില്ല. താഴെ ഇറങ്ങില്ല, മടിയിൽ തന്നെ ഇരിക്കും. ചെറിയച്ഛൻ പോയി കുളിക്കട്ടെ, മോളിങ്ങ് വായോ, അമ്മ പറയും. പറഞ്ഞിട്ട് കേൾക്കാതിരുന്നാൽ അമ്മ അടിച്ചാലോ എന്ന് ഭയന്ന് ഇറങ്ങി മാറിക്കൊടുക്കും. അത് കഴിഞ്ഞ് ഉറങ്ങാൻ നേരമാണ് അടുത്ത വഴക്ക്. എനിക്ക് അവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് കിടക്കണം. കുറച്ചു നേരം മാത്രമേ എന്നെ അവർ അടുത്ത് കിടത്താറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിലത്തു പായ വിരിച്ച് അതിലാണ് എൻ്റെ ഉറക്കം. ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അറിയാതെ അവർ നിലത്ത് കിടത്തും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിലത്താണ് ഞാൻ കിടന്നതെന്ന് മനസ്സിലാകും. ആദ്യ ദിവസമൊക്കെ കരയുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പിന്നെ മനസ്സിലായി, ഞാൻ ഉറങ്ങിയാൽ അവർ എന്നെ താഴെ കിടത്തും. അങ്ങനെ എനിക്ക് 12 വയസ്സായി. അപ്പോൾ വേറെ റൂമിൽ കിടക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞു, വേണ്ട, അവൾ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അവൾ വലുതായി വരികയാണ്, അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു റൂമിൽ തനിച്ചായി. ഇപ്പോൾ എനിക്ക് 18 വയസ്സായി. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ എന്തു പറഞ്ഞാലും ചെറിയച്ഛൻ വാങ്ങിത്തരും. എൻ്റെ സ്വർണ്ണമാല മാറ്റി വാങ്ങണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ ചെറിയച്ഛൻ അത് കേട്ടു. അമ്മ ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ എന്നോട് ചെറിയച്ഛൻ പറഞ്ഞു, മോള് റെഡിയാക്, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ ചെറിയച്ഛാ? അതൊക്കെ പറയാം, റെഡിയായിട്ട് വാ. ഞാൻ പെട്ടെന്ന് റെഡിയായി. പോകാം മോളെ. ആ ചെറിയച്ഛാ. ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് പോയത്. ഒരു ജ്വല്ലറിയിൽ കയറി. എൻ്റെ പഴയ മാല കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങി, കുറച്ചുകൂടി സ്വർണം തൂക്കമുള്ളത്. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്കിഷ്ടമായി. അടുത്ത മാസം ചെറിയച്ഛൻ മോൾക്ക് കൊലുസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. തിരികെ നമ്മൾ വീട്ടിൽ പോയി. ഞാൻ നല്ല സന്തോഷവതിയായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് ചെറിയച്ഛൻ വാങ്ങിത്തരും. വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാനായി ഞാൻ ചെറിയച്ഛനെ വിളിച്ചു. വാ ചെറിയച്ഛ, നമുക്ക് കഴിക്കണ്ടേ? ആ, വരാം മോളെ, എടുത്തു വയ്ക്കൂ. വരുന്ന വഴിയിൽ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അവിടെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ആണ് ഹോട്ടൽ നടത്തുന്നത്. അവിടെ നിന്നും ബിരിയാണി വാങ്ങി കൊണ്ടുവന്നിരുന്നു. എനിക്ക് നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. ചെറിയച്ഛ, വാ കഴിക്കാം. ബിരിയാണിയുടെ മണം എൻ്റെ വിശപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. നമ്മുടെ വീടിൻ്റെ വഴിയിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും 2 പേർ ഇറങ്ങി. എനിക്ക് പരിചയമില്ലാത്തവരാണ്. കാഴ്ചയിൽ 35-ഉം 40-ഉം വയസ്സ് പ്രായം കാണും. ചെറിയച്ഛൻ അവരോട് കയറി വരാൻ പറഞ്ഞു. അവർ അകത്ത് കയറിയിരുന്നു. ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, ഇവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്ക്. ഞാൻ വെള്ളവുമായി ഉമ്മറത്തേക്ക് ചെന്നു. ഇവരൊക്കെ ആരാ എന്നറിയോ? ഒത്തിരി നാളായി നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറയുന്നു. ഇന്നാ സൗകര്യം കിട്ടിയത്. വെള്ളം അങ്ങോട്ട് കൊടുക്ക്. അവർ അന്യരല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരാ. ഞാനൊന്ന് അറച്ചു നിന്നിട്ട് വെള്ളം കൊടുത്തു. അവരുടെ നോട്ടം മുഖത്തല്ലായിരുന്നു, എൻ്റെ മറ്റു ഭാഗങ്ങളിലായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി എനിക്ക്. പക്ഷേ ചെറിയച്ഛൻ്റെ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് ഞാൻ സഹിച്ചു. അവർ കുറച്ചു നേരം എന്തോ സംസാരിച്ചിരുന്നു. എന്നിട്ട് ചെറിയച്ഛൻ കിച്ചണിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. അവരെ പിണക്കിയാൽ നമ്മുടെ ജീവിതം എങ്ങനാകും എന്നറിയത്തില്ല.
അതുകൊണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞാൽ മോൾക്കിഷ്ടമില്ലെങ്കിലും അങ്ങ് സഹിച്ചേക്കണം. മോൾക്ക് മാല വാങ്ങാൻ ഇവരാ ക്യാഷ് തന്നത്. അവരെ പിണക്കാതിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ചെറിയച്ഛൻ ഉമ്മറത്തേക്ക് പോയി. ഡോർ ലോക്ക് ചെയ്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല പേടി തോന്നി. അവിടെ നിന്നും ഇറങ്ങി ഓടാൻ തോന്നി. രക്ഷിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ പെട്ടു എന്ന് മനസ്സിലായി. അവർ അടുത്തു വന്നാൽ അവരോട് കരഞ്ഞു പറയാം എന്നെ വെറുതെ വിടാൻ. എനിക്കാണെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെന്നോ സെക്സ് എങ്ങനെന്നോ ഒന്നും ഒരു പിടിയും ഇല്ല. ഇടയ്ക്ക് എൻ്റെ പൂവിൽ ഒരു തരിപ്പ് വരും. അതെന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ വിരൽ കൊണ്ട് പൂവിൽ കുറച്ചു സമയം തലോടും, അത്ര തന്നെ. ഇവരെന്നെ എന്ത് ചെയ്യുമോ? അമ്മ വന്നെങ്കിൽ. അതിൽ ഒരാൾ അയാളുടെ സാധനം തലോടുന്നത് കണ്ടു. ഒരാളുടെ കണ്ണ് ഞാൻ നിൽക്കുന്നിടത്തായിരുന്നു. രണ്ടുപേരും അക്ഷമരായിരുന്നു. ചെറിയച്ഛനുമായി എന്തോ കാര്യത്തിന് ഭയങ്കര ചർച്ചയില. അപ്പോഴതാ ചെറിയച്ഛൻ വിളിക്കുന്നു, മോളെ ഇങ്ങ് വന്നേ. ഞാൻ പേടിച്ചു വിറച്ചു അടുത്തു ചെന്നു. ഇവർക്ക് മോളെ ഒന്ന് കാണാനാ വിളിച്ചത്. അവരുടെ നോട്ടം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. മുഖം മുതൽ നഖം വരെ എന്ന രീതിയിൽ. അടുത്തു വാ മോളെ, ഇത്ര വലുതായ ശേഷം മോളെ ഇപ്പോഴാ കാണുന്നത്, വലിയ പെണ്ണായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ അവരുടെ കണ്ണുകൾ പരതി നടക്കുന്നത് ഞാൻ മനസ്സിലാക്കി. അതിലൊരാൾ ചോദിച്ചു, മോളിനി എന്നാ പഠിക്കാൻ പോകുന്നത്? വരണ്ടുണങ്ങിയ തൊണ്ടയോടെ പറഞ്ഞു, അടുത്ത ആഴ്ച. ഞാൻ ചരിഞ്ഞു നിന്നിരുന്നത് കൊണ്ട് എൻ്റെ ചന്തി കാണാമായിരുന്നു. അയാൾ കൊതിപൂണ്ട് എൻ്റെ ചന്തിയിൽ തന്നെ നോക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നാളെ വരാം മോളെ. മോള് നേരത്തെ റെഡിയായി നിൽക്കൂ, നമുക്ക് പുറത്തൊന്നു പോകാം. ഒരു കള്ളച്ചിരിയോടെ ആ 40കാരൻ എന്നോട് പറഞ്ഞു.